ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു കസ്റ്റേർഡിൻ്റെ ഡ്രിങ്ക് കണ്ടാലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിന്. 1 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പേ കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് മിക്സാക്കിയ ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ചളവിൽ സേമിയ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഇതൊരു 1/2 കപ്പോളം സേമിയ ഉണ്ടാവും. നിങ്ങൾ പാലെടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് സേമിയ ചേർത്തെടുക്കുക. കാരണം ഇത് തിക്കായിട്ടില്ലല്ല, ഈ ഡ്രിങ്കിൽ ചെറുതായിട്ട് സേമിയ കടിക്കാൻ മാത്രമേ വേണ്ടൂ. ആ രീതിക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 8 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിന്. കാരണം ഈ ഡ്രിങ്ക് നല്ല തണുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ചധികം മധുരം മുന്നിട്ട് നിന്നാൽ മാത്രമേ കറക്റ്റായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിത് തിളപ്പിച്ചിട്ട് സേമിയെല്ലാം ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരുന്നേരം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. കസ്റ്റേർഡ് പൗഡർ നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടൊന്നും വരില്ല. ജസ്റ്റ് ഒന്ന് തിള വന്ന് സേമിയ ജസ്റ്റ് ഒന്ന് കൈയോട് നമ്മൾ തൊട്ട് നോക്കുക വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കുക. ഇപ്പോൾ ഇതാ കസ്റ്റേർഡ് പൗഡറെല്ലാം തിളച്ച് വന്നിന്. ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിന്. ഇനി ഇത് ചൂടാറിയ ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് ഉറുമാമ്പായം ചേർത്ത് കൊടുത്തിന്. ഉറുമാമ്പായത്തിൻ്റെ പകരം ചെറിയ പൂവൻപായം നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുത്തിന്. നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇഷ്ടമുള്ള എന്ത് നട്ട്സും ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. ഏകദേശം ഒരു 3 മണിക്കൂറോളം നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് നോമ്പ് തുറൻ്റെ ടൈം നമ്മളെടുത്ത് കുടിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇത് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത കസ്റ്റേർഡ് ഡ്രിങ്കാണ്. ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കസ്കസും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാം. ഇത് കുറേ നേരം മുമ്പ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇത് കുറേ പേർക്ക് അറിയുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഡ്രിങ്കാണ്. ഈ ഇഫ്താറിന് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.